അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ഒരു വിവാഹ ചിത്രത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയോടൊപ്പം അതിൽ കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പിങ്ങനെയാണ്: താനൂർ വടക്കേ അഞ്ചുടിക്കൽ സ്വദേശിനിയായ മുസ്ലിം ഈ പെൺകുട്ടി ഇന്നലെ മുതൽ മിസ്സിംഗ് ആയിരുന്നു. ഇന്ന് ഒരു വിവാഹ ഫോട്ടോയാണ് കാണാൻ കഴിഞ്ഞത്, അതും ഒരു അന്യമതസ്ഥൻ്റെ കൂടെ. നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതെന്തു പറ്റിയെന്നറിയില്ല. എന്തുകൊണ്ട് ഇവർ സ്വന്തം അമ്മയെയും അച്ഛനെയും മറക്കുന്നു? അവരെ ഈ സമൂഹത്തിന് മുമ്പിൽ വേദനിപ്പിച്ചിട്ട് ഇവർക്ക് എന്തു നേടാൻ? എന്തായാലും എവിടെയായാലും എങ്ങനെയായാലും സന്തോഷമായി ജീവിക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു ആ ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അന്യമതസ്ഥൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയ ചർച്ചയൊന്നും ഉണ്ടാകാറില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ചാണെങ്കിൽ നമുക്കറിയാം, അതൊരു ലവ് ജിഹാദാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചർച്ചകളും വിവാദങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നേനെ. എന്തായാലും അതുപോട്ടെ. ഈ ഒരു പോസ്റ്റിന് താഴെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്താൽ കാണാൻ സാധിച്ചു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള അവകാശമില്ലേ, സ്വാതന്ത്ര്യമില്ലേ, പ്രണയത്തിന് അങ്ങനെ ജാതി മതവും ഉണ്ടോ എന്നൊക്കെയുള്ള കുറേ കമൻറ്റുകളാണ് കാണാൻ സാധിച്ചത്. നോക്കൂ, ഈ കമൻ്റ് ഇടുന്നവന്മാർ അവന്മാരുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു സഹോദരിയോ മകളോ ആണ് ഇതുപോലെ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചത് എങ്കിൽ എന്തായിരിക്കും ഇവന്മാരുടെ പ്രതികരണം? അവന്മാർ ഒരിക്കലും സമ്മതിക്കുകയില്ല. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്ന് പറയുന്നത് പോലെ സംഭവിച്ചത് സ്വന്തം കുടുംബത്തിലല്ലല്ലോ, മറ്റൊരു കുടുംബത്തിലായതുകൊണ്ട്, മറ്റൊരു പെൺകുട്ടിക്കായതുകൊണ്ട് നമുക്കിങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ട് പിന്തുണ അറിയിക്കാം. നോക്കി, ഇവിടെ ആരെയും വിവാഹം കഴിക്കാം, ഏതു മതക്കാരനെയും വിവാഹം കഴിക്കാം എന്നുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ മക്കളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ വേദന കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മക്കളെ മാസങ്ങളോളം നൊന്തു പ്രസവിച്ച ഒരു മാതാവുണ്ട്. തൻ്റെ മകളെ പഠിപ്പിക്കാൻ, വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വിയർത്ത് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ഒരു പിതാവുണ്ട്. അത്തരത്തിൽ താലോലിച്ച് ഓമനിച്ച് വളർത്തിയ ആ മാതാപിതാക്കളെ ഒക്കെ ധിക്കരിച്ചുകൊണ്ടാണ് ഇന്നലെ കണ്ടവൻ്റെ കൂടെയൊക്കെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. നോക്കൂ, മുസ്ലിം പെൺകുട്ടി മറ്റൊരു അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്ന വാർത്തകൾ നമ്മൾ ഈ അടുത്ത കാലത്തായി നിരന്തരമായി കേൾക്കാറുണ്ട്. ആ ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്തായി ഒരു മുസ്ലിമായ ഒരു പെൺകുട്ടി, വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ ആ പെൺകുട്ടി മറ്റൊരു ഹിന്ദുവായ ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടി പോവുകയും കല്യാണം കഴിക്കുകയും ചെയ്ത വാർത്തകൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ട് കാണും. അതിനുശേഷം ആ പെൺകുട്ടി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് തന്നെ വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതുപോലെ മറ്റൊരു മതസ്ഥനോടൊപ്പം ഒളിച്ചോടി പോയി കല്യാണം കഴിഞ്ഞിട്ട് അവസാനം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയ എത്രയോ മുസ്ലിം പെൺകുട്ടികളുമുണ്ട്. നോക്കൂ, എന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ ഇപ്പോഴും അത് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സമയത്തുള്ള ആ ഒരു എടുത്തുചാടൽ, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനം അവരെ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു അപകടത്തിലേക്കാണ്. നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ ഓമനിച്ച് താലൊലിച്ച് പോറ്റി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട്, അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും സന്തോഷമായി ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല. അതിന് ഉദാഹരണമായ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനൊപ്പം ഇറങ്ങി പുറപ്പെട്ട് കല്യാണം കഴിച്ച് അവസാനം നരകതുല്യമായ ജീവിതം നയിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. മാതാപിതാക്കളുടെ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട്, അവരുടെ നെഞ്ചിൽ ആണിയടിച്ചുകൊണ്ട് ഒരു മക്കളും സ്വർഗം പ്രതീക്ഷിക്കരുത്. ലോകത്തെ ഏറ്റവും വലിയ ചതി സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്ന ചതിയാണ്. മറ്റൊരുത്തിന് വേണ്ടി വർഷങ്ങളോളം സ്നേഹിച്ചു വളർത്തിയവരെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാമികമായ വലിയ കുറ്റമാണ്. മറ്റൊരു മതസ്ഥനോടൊപ്പം ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ മാതാപിതാക്കളെ മാത്രമല്ല, അവരുടെ ഹിദായത്ത് കൂടിയാണ്. മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയുമാണ് ഇത്തരം പെൺകുട്ടികൾ ഇല്ലാതാക്കി കളയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമെല്ലാം സമൂഹത്തിന് മുന്നിൽ അവർക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ പെൺകുട്ടികൾ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഇന്ന് പല പെൺകുട്ടികളും സോഷ്യൽ മീഡിയയ്ക്ക് പിന്നാലെയാണ്. അത്തരം സോഷ്യൽ മീഡിയയിലൂടെ വലിയ വലിയ ചതിക്കുടികളിൽ അവർ പെട്ടുപോകുന്നു. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഭൗതികമായ പഠനത്തോടൊപ്പം തന്നെ ആത്മീയമായ ഇസ്ലാമികമായ അറിവുകളും നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺമക്കളെ കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.